ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്ലീവ്സിൽ ഓൾ ഓവർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിൽ പെൻസിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3.5 ഇഞ്ച് ലെങ്തിലും അതുപോലെ 3.5 ഇഞ്ച് വീതിയിലും വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണമെന്ന് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തതിൽ 3-4 ഡിസൈൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡിസൈൻ. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വന്നിട്ട് മുകളിലേക്ക് ഒരു 3 ബീഡ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോയിൻ്റ് ചെയ്തേക്കുന്ന ആ പോർഷനിൽ നിന്ന് കുറച്ച് നീക്കി ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് ഗോൾഡൻ കട്ട് ബീഡാണ്. അത് ചെറിയ സൈസ് ഗോൾഡൻ കട്ട് ബീഡാണ് കേട്ടോ വരുന്നത്. അതിങ്ങനെ കുത്തിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയ പോർഷനിലേക്ക് തന്നെ ആദ്യം സൂചി വീണ്ടും കുത്തിയെടുത്തിട്ട് അവിടെ വീണ്ടും ഒരു 4 കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ത്രികോണ ഷേപ്പ് പോലെയാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ 4 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു 2 ബീഡ്സ്, അതായത് ആദ്യം ചെയ്ത 4 ബീഡ്സിൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ചരിച്ച് കുത്തി കൊടുക്കുക. അത് നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവുള്ളൂ 2 ബീഡ്സ്, ആ 4 ബീഡ്സ് കുത്തിയതിൻ്റെ സെൻറ്റർ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുത്തി നമുക്ക് ത്രികോണം ഷേപ്പ് പോലെ ആക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഈ ത്രികോണത്തിൻ്റെ ഒരു കോർണർ, അത് താഴത്തെ 2 കോർണറാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ആദ്യത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഒരു റെഡ് കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ബീഡ്സിന് എന്തോരാണോ ഗ്യാപ്പ് വരുന്നത് അതനുസരിച്ച് സൂചി കുത്തിയെടുക്കുക. അതേപോലെ തന്നെ അടുത്ത കോർണറിലും ഇതേപോലെ തന്നെ സൂചി കോർത്തിട്ട് വീണ്ടും ഒരു റെഡ് കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിയിലേക്ക് കുത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കോർത്ത 2 കട്ട് ബീഡും ഒരു കോൺ പോലെയല്ലേ ഇരിക്കണത്, അതിൻ്റെ ആ ഒരു 2 ബീഡ്സിൻ്റെ സെൻറ്ററിൽ കൂടെ വീണ്ടും സൂചി കോർത്തെടുത്തിട്ട് വീണ്ടും ഒരു ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ബീഡ്സാണ് നമ്മൾ ആ ഒരു ത്രികോണത്തിനുള്ളിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ല ചെയ്തതിന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇടയ്ക്ക് ക്യാമറ സൂം ഔട്ടായി പോകുന്നു കേട്ടോ ഗൈസ്, സോറി കേട്ടോ. അപ്പോൾ ഇതേപോലെ വരും കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതേപോലെ വീണ്ടും ആ കോർണറിൽ വരുന്നിടത്തുനിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അവിടെ നമ്മൾ ഒരു 2 കട്ട് ബീഡ്, റെഡ് കട്ട് ബീഡും ഒരു പേളും ആഡ് ചെയ്തിട്ട് നേരെ വെച്ചിട്ട് അടിയിലേക്ക് കുത്തിയെടുക്കണം. ഇത്രയാട്ടോ നമ്മുടെ ഡിസൈൻ വരുന്നത്. അടിയിൽ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഫൈനലി ഞാൻ ആ സ്ലീവ്സ് ഫുൾ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത എല്ലാ പോർഷനിലും ഞാൻ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ഡിസൈൻ കാണാൻ നല്ല രസമില്ല. ഞാനിത് ക്രിസ്മസ് ബേസ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പുറത്ത് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ഒരു വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.